ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ്സ് പിക്കിളാണ്. അപ്പോൾ എങ്ങനെയാണ് ഡേറ്റ്സ് അല്ലെങ്കിൽ ഈന്തപ്പഴം വെച്ചിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ ഡേറ്റ്സ് പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 15 ഈന്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തെ അരി എടുക്കാം. അരി എടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിക്കുക. അപ്പോൾ എല്ലാ ഡേറ്റ്സിൻ്റെ അകത്തെയും അരി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തേക്കുന്ന കുറച്ച് പുളിയാണ്, വാളൻ പുളി അല്ലെങ്കിൽ നമ്മൾ സാമ്പാറിനകത്ത് ഇടുന്ന പുളിയില്ല, അതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം വെക്കാം, ഇത് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എടുത്തേക്കുന്ന 1 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഡേറ്റ്സിന് ഓൾറെഡി മധുരം ഉണ്ടല്ലോ, പിന്നെ ഒന്ന് ശർക്കര ഇടുന്നതെന്ന്. അങ്ങനെയല്ല, ഈ ശർക്കര ഇടുമ്പം അച്ചാർ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു 5 വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിനകത്തിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക, ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കുക, പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒന്ന് നല്ലോണം ചൂടാക്കുക. 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം ഇതെല്ലാം ചെയ്യുമ്പോൾ. ഒന്ന് മിക്സ് ചെയ്യുക നല്ലവണ്ണം. ഇനി ഇതിൻ്റെ അകത്തിലോട്ട് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇത് നല്ലോണം സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. പുളി പിഴിഞ്ഞതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ച ശർക്കര ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. ഇവിടെ നമ്മുടെ ഡേറ്റ്സ് അച്ചാർ അല്ലെങ്കിൽ ഈന്തപ്പഴം കൊണ്ടുള്ള പിക്കിളിവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കാണാം, ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് കാണാൻ ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡേറ്റ്സ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നല്ലോണം തണുത്ത് കഴിഞ്ഞ ശേഷം ഒരു ഡബ്ബയിൽ ഇട്ട് വെക്കുക. താങ്ക് യു.